എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോഡിലേക്ക് സ്വാഗതം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ ദിവസേന സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ചൊരു വീഡിയോ ആക്കി ചെയ്യാനുള്ള അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇൻഡിവിജ്വലായിട്ട് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരാൾക്കോ രണ്ടാൾക്കോ ഒക്കെ മറുപടി ലഭിച്ചാൽ പോരാ. കാരണം നിരവധി സംശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാത്തിനുള്ള ഡീറ്റെയിൽ ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി അഡ്മിഷൻ, ഒരു ബിരുദ പഠനം, ഒരു ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കുറേ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പ്രധാനമായും പങ്കുവെക്കാനുള്ളത്. കുറച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ച ആ ഒരു ആദ്യത്തെ ഒരു സംശയമാണ് അഡ്മിഷൻ ടൈമിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിർബന്ധമായിട്ടും വേണ്ടത്. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കാര്യമായ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അലോട്ട്മെൻറ്റ് സമയത്ത് വേണ്ട. നിങ്ങളുടെ +2 മാർക്ക് ഷീറ്റ് നിർബന്ധമാണ്. പിന്നെ നിങ്ങളുടെ പേര്, വീടിൻ്റെ അഡ്രസ്സ്, പിന്നെ ഫാദർ നെയിം, മദർ നെയിം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം SLC സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കണം. നിങ്ങളുടെ പേര്, വീടിൻ്റെ അഡ്രസ്സ്, ഫാദർ നെയിം, മദർ നെയിം എല്ലാം SLC സർട്ടിഫിക്കറ്റ് നോക്കി അതേപോലെ കൊടുക്കുക. കാരണം SLC സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെയാണ് പേര് കൊടുക്കേണ്ടത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും +2 നിങ്ങളുടെ മാർക്ക് ലിസ്റ്റാണ് വേണ്ടത്. +2 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കാത്ത പക്ഷം +2 മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെയൊക്കെ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതാണ് മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ആ മാർക്ക് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ബാക്കിയെല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കലാണ്. അത് നിങ്ങൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, മാർക്ക് നിങ്ങൾ ഓരോ വിഷയങ്ങൾ സെലക്ട് ചെയ്യുകയും ശേഷം മാർക്ക് എന്ത് ചെയ്യണം, ഓരോ വിഷയത്തിൻ്റെയും സ്കോർ ചെയ്ത മാർക്ക്, അതുപോലെ തന്നെ ആ മാക്സിമം എത്ര മാർക്ക്. ഇപ്പം ഹിസ്റ്ററി എന്ന വിഷയത്തിന് +1ഉം +2ഉം കൂട്ടി 200 എന്ന് പറഞ്ഞാൽ മാക്സിമം മാർക്കാണ്. ഇതിൽ സ്കോർ ചെയ്തത് 180 വിചാരിച്ചു. അങ്ങനെയെങ്കിൽ സബ്ജക്റ്റ് ഹിസ്റ്ററി, സ്കോർഡ് മാർക്ക് 180, മാക്സിമം മാർക്ക് 200. ഹിസ്റ്ററി എന്ന വിഷയത്തിന് സബ്ജക്റ്റ് ഹിസ്റ്ററി, സ്കോർ ചെയ്തത് 180, മാക്സിമം മാർക്ക് 200. ഇങ്ങനെയാണ് ഓരോ വിഷയങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയം തന്നെയാണ്, സർ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തെങ്കിലും ഫീസ് കാര്യങ്ങളൊക്കെ എത്ര വേണ്ടി വരും എന്നുള്ളത്. നിങ്ങളൊരു ഗവൺമെൻറ് കോളേജിലാണ് അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആയാലും, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു. ഒരു മാൻഡറ്ററി ഫീ എന്ന് പറഞ്ഞ എന്തുണ്ട്, ഒരു സംഭവമുണ്ട്. മാൻഡറ്ററി ഫീ, അത് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് എന്ത് ചെയ്യാൻ, ഉറപ്പിക്കാൻ വേണ്ടി, സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മാൻഡറ്ററി ഫീ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഫീസ് അടയ്ക്കേണ്ടതുള്ളൂ. ലഭിക്കാത്തവരൊന്നും അടയ്ക്കേണ്ട. നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു, മാൻഡറ്ററി ഫീ അടച്ചു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, ആദ്യമായി ലഭിച്ചവർ മാൻഡറ്ററി ഫീ അടയ്ക്കണം. എന്താണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിക്കാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുന്നവർ മാൻഡറ്ററി ഫീ അടയ്ക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, സീറ്റ് ലഭിച്ചില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് കിട്ടുന്നതെങ്കിൽ മാൻഡറ്ററി ഫീ നിങ്ങൾ അടയ്ക്കണം. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സീറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമായിരിക്കും. ബട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോളേജിൽ പ്രവേശനത്തിനായിട്ട് പോകേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ആ ഓപ്ഷൻ തൃപ്തിയാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയുക, തൃപ്തരല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക.
നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഈ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞൊരു സാധനം, അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഈ +1 അലോട്ട്മെൻറ്റ് സമയത്ത് അലോട്ട്മെൻറ്റ് ലെറ്റർ ഇല്ലേ, അതുപോലെയാണ് അലോട്ട്മെൻറ്റ് മെമ്മോ. അതിൽ നിങ്ങളുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ കാണും. നിങ്ങളുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ ഒട്ടിച്ച ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ലെറ്റർ ആയിരിക്കും. ആ ലെറ്ററിൽ കാണും നിങ്ങൾ ഏത് ഡേറ്റിലാണ് കോളേജിൽ പോകേണ്ടത്, ഏത് ഡേറ്റിലാണ് അഡ്മിഷനായിട്ട് നിങ്ങൾ ഹാജർ ആവേണ്ടതെന്നൊക്കെ. അപ്പോൾ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പോകേണ്ടത്. ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ വലിയ പണികളിൽ ചെറിയ ഫീസ് ഒരു 5000 താരെയൊക്കെ നിങ്ങൾക്ക് മതിയാവും. 5000 താരം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷമാണ് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നത്, 2024 പാസ് ഔട്ടാണ്. എനിക്ക് ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഞാൻ കോളേജിൽ വന്നപ്പോൾ സ്പോട്ട് അഡ്മിഷനിലാണ് കിട്ടുന്നത്. ഒരു 370 രൂപയാണ് കോഷൻ ഡിപ്പോസിറ്റ് വന്നത്. ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഫീസ് അത്രയേ വന്നുള്ളൂ. PTA ഫണ്ടിലേക്കാണ് 3000 രൂപ അടച്ചത്. 3000 രൂപ PTA ഫണ്ടിലേക്കാണ് അടച്ചത്. ടോട്ടൽ 3075 രൂപയാണ് എനിക്ക് ടോട്ടൽ അടയ്ക്കേണ്ടി വന്നത്. എന്നാൽ എനിക്ക് ഈ ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടി. അവിടെ ഞാൻ അടയ്ക്കേണ്ടി വന്നത് 15000 മേലെ രൂപയാണ്. 15500 600 ഇതിലും 15000 രൂപയ്ക്ക് മേലെയാണ് അടയ്ക്കേണ്ടി വന്നത്. അവർ പറഞ്ഞത് അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് 15000, മാനേജ്മെൻറ്റ് കോട്ടയായിരുന്നെങ്കിൽ 25000, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് കേട്ടപ്പോൾ മനസ്സിലാവും ഗവൺമെൻറ് കോളേജിലെയും സെൽഫ് ഫിനാൻസ് കോളേജിലെയും പൈസയുടെ വ്യത്യാസം എത്രത്തോളം വന്നു എന്ന്. അപ്പം എന്ത് ചെയ്യുക, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അപേക്ഷിക്കാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കാം, MG യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കാം, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷനായിട്ട് കൊടുക്കാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾ കോളേജും കോഴ്സും കൊടുക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. കോളേജും കോഴ്സും കൊടുക്കുമ്പോഴാണ് മക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കോളേജ്, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് എന്നിവ മാത്രം നൽകുക. കാരണം കിട്ടിയ ശേഷം ട്രാൻസ്ഫർ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കൊടുക്കുക. അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ട്രാൻസ്ഫറൊക്കെ കിട്ടിയാൽ കിട്ടും. പിന്നെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, +1 അലോട്ട്മെൻറ്റിന് സ്പോട്ട് അഡ്മിഷന് ശേഷം, എല്ലാ അഡ്മിഷന് ശേഷവും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ട്. ബട്ട് ഡിഗ്രിക്ക് അങ്ങനെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇല്ല. എപ്പോഴാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്? നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജായിരിക്കാം, ഇഷ്ടമുള്ള കോഴ്സായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോഴ്സായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോളേജായിരിക്കാം, എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1 വർഷം നിങ്ങൾ അവിടെ പഠിക്കണം. ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ സംഗതി വിളിക്കുന്നത് സെക്കൻഡ് ഇയറിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, കോളേജും കോഴ്സും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ട്രാൻസ്ഫർ സെക്കൻഡ് ഇയറിലാണ്. അതും കൊടുത്താൽ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന രീതിയിലാണ് ആ ട്രാൻസ്ഫർ. നിങ്ങളിപ്പോൾ ആ ട്രാൻസ്ഫർ കൊടുത്തു, കിട്ടണം എന്നുള്ളതിന് യാതൊരു നിർബന്ധവും ഇല്ല. കിട്ടണം എന്നുള്ളത് യാതൊരു നിർബന്ധവും ഇല്ല. പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജിലൊക്കെ ആകുമ്പോൾ മിക്ക സീറ്റുകളും ഫുള്ളായിരിക്കും. കിട്ടണം എന്നുള്ളതിന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ നമ്മൾ ഈ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചു എന്നൊരു പഴഞ്ചൊല്ലില്ലേ, അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇഷ്ടമില്ലാത്ത കോഴ്സ് എടുത്തിട്ട് വെറുതെ ഒരു പ്രാഗിക്കൊണ്ട് നടക്കുന്നതിലും ഭേദം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞ് നടക്കുന്നതിലും ഭേദം എടുക്കുമ്പോൾ തന്നെ നല്ലത് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്ന എടുത്തു കഴിഞ്ഞാൽ, നല്ലത് മീൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ കരിയറിനും അഭിരുചിക്കും എടുത്ത് പറ്റുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ട്, സാർ ഞാൻ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് കരുതി പോയി എടുത്തു, പഠിക്കാൻ പറ്റുന്നില്ല. ഈ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെക്കുന്ന ഒരു പരിപാടിയാണത്. എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് എടുക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും നല്ലത്, വെച്ചാൽ 4 യൂണിവേഴ്സിറ്റീസും, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, 4 യൂണിവേഴ്സിറ്റീസും നമ്മുടെ കേരള സർക്കാരിൻ്റെ യൂണിവേഴ്സിറ്റീസാണ്. ഗവൺമെൻറ് ഓഫ് കേരള യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണ്.
പിന്നെ ഏറ്റവും കൂടുതൽ പേർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ പഠിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ 1-2 വർഷങ്ങളൊക്കെ ആയിട്ട് ബാർകോഡ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ വേഗം തന്നെ വരാറുണ്ടെന്നുള്ളതാണ് വാസ്തവം. റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ വേഗം തന്നെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ പേർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അന്താരാഷ്ട്ര നിലവാരത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ്. അന്താരാഷ്ട്ര മീൻസ് നിങ്ങൾക്ക് ലോകത്തെവിടെയും ആ ഒരു അന്താരാഷ്ട്ര തലത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് ഒന്ന് വേറെ തന്നെയാണ്. ഒരു ഡിമാൻഡ് വേറെ തന്നെയാണ്. പ്രിയ വിദ്യാർത്ഥികൾ ചോദിച്ചത് കൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് മോശമെന്നല്ല, ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് നല്ലതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ഒക്കെ കേരള സർക്കാരിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്, UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം, ഫൗണ്ടർ ഓഫ് സ്കറി ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.